ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ആലപ്പുഴ ജില്ലയിലുള്ള മാന്നാറിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണുമായിരിക്കുമല്ലോ പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന്. വെങ്കല പെരുമയുടെ നാട് അഥവാ കേരളത്തിലെ വെങ്കല ഗ്രാമം എന്നാണ് മാന്നാറിനെ അറിയപ്പെടുന്നത്. ഓടുകൊണ്ടും ചെമ്പ് കൊണ്ടുമുള്ള പ്രോഡക്ട്സിൻ്റെ കച്ചവടത്തിന് പേരുകേട്ട സ്ഥലമാണ് മാന്നാർ. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ കേട്ടിട്ടുണ്ട്, ഇപ്പം വീട്ടിലേക്ക് എന്തെങ്കിലും വിളക്ക് മേടിക്കുകയോ അല്ലെങ്കിൽ മാറി മേടിക്കുകയോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മേടിക്കേണ്ട സമയമാകുമ്പോൾ അമ്മ പറയുമായിരുന്നു നമുക്ക് മാന്നാറിൽ പോയി മേടിക്കാം. അപ്പം ഞാൻ ഓർക്കും എന്തിനീ മാന്നാർ വരെ പോകുന്നു. പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്, അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രൈസിലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു നിലവാരത്തിലും എല്ലാം ആൾക്കാർക്കൊരു സംതൃപ്തിയുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ പേരും ഇവിടെ തന്നെ വന്ന് സാധനങ്ങൾ മേടിക്കുന്നത്. ഇപ്പം നമുക്ക് വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് കുറച്ച് ആൻറ്റിക് പീസ് പോലുള്ള സംഭവങ്ങളൊക്കെയാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെ വന്നാൽ നമുക്ക് ബ്രാസിലും ബ്രോൺസിലും ഉള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. വെങ്കലം അഥവാ ഓട് എന്ന് പറയുന്നത് കോപ്പറും ടിന്നും എല്ലാം ചേർത്ത് ഉരുക്കിയെടുത്താണ് ഉണ്ടാക്കുന്നത്. ചെമ്പും വെളുത്തിയവും ചെമ്പും നാഗവും എല്ലാം വിവിധ റേഷ്യോയുള്ള ചെളിയും മണ്ണും എല്ലാം ചേർത്ത് അരച്ചു ചേർത്തുണ്ടാക്കി അച്ചുകളിലൊഴിച്ചാണ് ഇവയെല്ലാം വാർത്തെടുക്കുന്നത്. ഈ നിലവിളക്കും അമ്പലമണിയും കിണ്ടി ഉരുളി വാർപ്പ് എന്നീ പറയുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഈ തൊഴിലാളികൾ വെറുതെ ഉണ്ടാക്കുമല്ല, അവർ നല്ല വ്രതശുദ്ധിയോടുകൂടിയൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതൽ ആൾക്കാരും എന്തുകൊണ്ട് മാന്നാറിനെ വിശ്വസിക്കുന്നു ഇതുപോലുള്ള ഐറ്റംസ് വാങ്ങാൻ. നമുക്ക് ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ വന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു കടയിൽ നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടില്ല, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് കടകൾ നമുക്കിവിടെ എല്ലാം കാണാൻ സാധിക്കും. അപ്പം ഞാനിവിടെ ചൂസ് ചെയ്തത് ഐശ്വര്യ ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുന്ന കടയിലാണ് വന്നിരുന്നത്. ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മനസ്സിനിണങ്ങിയ ഐറ്റംസ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. പണ്ട് കാലത്തൊക്കെ കാണുന്ന ആഭരണപ്പെട്ടി, നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ആഭരണപ്പെട്ടി പോലത്തെ സംഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, ഒത്തിരി വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്വർണ്ണവിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് നമ്മളിങ്ങനെയൊക്കെ തന്നെ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. എവിടെ ചെന്നാലും എന്തായാലും ഒരു താമരയുടെ ഐറ്റംസ് എൻ്റെ കണ്ണിൽപ്പെടും. ഇത് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ അല്ലേ. നമ്മുടെ പൂജാമുറി അലങ്കരിക്കാൻ പറ്റിയതായിട്ടുള്ള ഐറ്റംസും ഉണ്ട്. ഇപ്പം വിളക്കിൻ്റെയൊക്കെ കൂടെ വെക്കാനുള്ള കിണ്ടിയാണെങ്കിലും അത് ഒത്തിരി വലിയ ടൈപ്പും ഉണ്ട്, തീരെ ചെറിയ ടൈപ്പൊക്കെയാണ് വേണ്ടെങ്കിൽ ആ ടൈപ്പ് വല്ലതും ഉണ്ട്. അതോടെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നടരാജ വിഗ്രഹങ്ങൾ ഒരുപാട് തന്നെയുണ്ട്. പിന്നെ ഗണപതി വിഗ്രഹങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഒത്തിരി സെലക്ഷൻസ് ഉണ്ട്. പല രൂപത്തിലും പല ഭാവത്തിലുള്ള ഗണപതി ഭഗവാന്റെ രൂപങ്ങളും ഇവിടെ ഒത്തിരി ഉണ്ട്. നമ്മൾ യൂഷ്വലി കാണുന്ന രൂപത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ഡാൻസ് ചെയ്യുന്ന രൂപത്തിലുള്ളതും ഊഞ്ഞാലിടുന്ന ടൈപ്പിലുള്ളതും അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഭാവത്തിലുള്ള ഗണപതി ഭഗവാനുണ്ട്. പിന്നെ വിളക്കുകൾ, നല്ല ഹൈറ്റുള്ള വിളക്കുകൾ തൊട്ട് തീരെ ചെറിയ വിളക്കുകൾ വരെയുണ്ട്. അതായത് അമ്പലങ്ങളിലൊക്കെ വെക്കുന്ന ടൈപ്പും എല്ലാം ഉണ്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം നല്ല സിൽവർ ടൈപ്പ് മെറ്റീരിയൽസിലുണ്ടാക്കിയിട്ടുള്ള കൃഷ്ണ വിഗ്രഹങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ വെയിലടിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതെടുത്തപ്പോൾ എത്ര കൊണ്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ലേ. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാധനം വല്ല മേടിക്കാനായിരിക്കും അവിടെ പോകുന്നത്, പക്ഷേ അവിടെ സാധനങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ മേടിച്ചു പോവേ. പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയി പോകും, ഏതെടുക്കണോ എന്നുള്ളൊരു രീതിയിൽ കൺഫ്യൂസ്ഡ് ആയി പോകും. പിന്നെ താണ്ടി ഈ കാണുന്ന നെറ്റിപ്പട്ടമൊക്കെ അല്ലേ, നമ്മുടെ വീടൊക്കെ അലങ്കരിക്കാൻ പറ്റിയ വലുതും ചെറുതും എല്ലാ ടൈപ്പും ഉണ്ട്. അതേപോലെ തന്നെ കട്ട്ലറി ഐറ്റംസും എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ കോളാമ്പിയൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കാണുന്നില്ലേ, അങ്ങനെ പല സാധനങ്ങളവിടെ ഉണ്ട്. നമ്മുടെ ഹിന്ദു വീട് മാത്രമല്ല, ക്രിസ്ത്യൻസ് വീടുകളിലേക്ക് വേണ്ടിയിട്ടുള്ള നിലവിളക്കും എല്ലാ ഐറ്റംസും അവിടെ തന്നെ ഉണ്ട്. ഈ കാണുന്ന ഒരു ഗുരുദേവൻ്റെ വിഗ്രഹമാണ്. അതിൻ്റെ പ്രൊഫൈലെല്ലാം ചേർന്ന് നല്ലൊരു ഹൈറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ അടുത്ത് തന്നെ നമുക്ക് വലിയൊരു നടരാജ വിഗ്രഹം കാണാൻ പറ്റും. വനദുർഗയുടെ ഒരു വിഗ്രഹമുണ്ട്. ഇതൊക്കെ നല്ല ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ കുഞ്ഞു കൃഷ്ണൻ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടാണ് കാണാൻ. ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക കേട്ടോ.
ഓട്ടുരുളിയുടെയൊക്കെ ഒരു വൻ കളക്ഷൻ തന്നെ ഉണ്ട്. നമുക്കിപ്പം കണിയൊരുക്കാനായാലും നമ്മുടെ വീട്ടാവശ്യത്തിനായാലും എല്ലാം ടൈപ്പ് ഉണ്ട്. ഈ ഓട്ടുരുളിയുടെയൊക്കെ വില കണക്കാക്കുന്നത് അതിൻ്റെ തൂക്കത്തിനനുസരിച്ചാണ്. അത് പോളിഷ് ചെയ്ത ടൈപ്പും ഇല്ലാത്ത ടൈപ്പും ഉണ്ട്. ഈ ബ്രാസിൻ്റെ വിലയും പണിക്കൂലിയും കൂടെ ചേർത്താണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് അവർ കാൽക്കുലേറ്റ് ചെയ്തത്. പല വലിപ്പത്തിലും സൈസിലും പിന്നെ ഡെക്കറേഷനിലും എല്ലാം ഉള്ള നമ്മുടെ പറയില്ലേ, പറയും ചങ്ങഴിയും എല്ലാം ഉണ്ട്. ഈ കാണുന്നത് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ആൽവിളക്ക് പോലത്തതാണ്. നമ്മുടെ ലിവിങ് റൂംസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ എന്താണ്ട് ഈ ഒരു ഐറ്റം മതി, നല്ല ഭംഗിയായിരിക്കും. അതും ഈ പറയുന്ന കൂട്ട് വലുതും ചെറുതും മീഡിയം സൈസ് എല്ലാ ടൈപ്പും ഉണ്ട്. നമ്മുടെ ആവശ്യവും ആ ഒരു റേറ്റും ഒക്കെ നോക്കി നമുക്ക് ഈ കാണുന്ന വലിയ കൃഷ്ണവിഗ്രഹമൊക്കെ ഇല്ലേ, ഇതൊക്കെ അറൗണ്ട് 75 kg വരുന്നുണ്ട്. അതൊരു 4.25 അടിയൊക്കെ വരുന്ന ടൈപ്പാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം കാണാൻ. തിരുപ്പതി അപ്പനുണ്ട്, അയ്യപ്പസ്വാമിയുണ്ട്, ഏത് ടൈപ്പാണെങ്കിലും. പിന്നെ നമ്മുടെ ബുദ്ധൻ്റെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ ടൈം ഇത് കാണാൻ തന്നെ കുറേ സമയം എടുക്കും നമ്മളവിടെ പോയാലേ. ഞാൻ പറഞ്ഞില്ലേ ബുദ്ധൻ്റെ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. അത് നടന്ന് നോക്കിക്ക്, നല്ല അതിനകത്ത് കുഞ്ഞു മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് പോലെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാം. നല്ല ഡീറ്റെയിൽ ആയിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. കണ്ടോ, എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അങ്ങനെ മനസ്സിന് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ അവിടെ നിന്ന് മേടിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ചിക്കു ബേബിക്ക് എങ്ങനെയില്ല അവിടെ നിന്ന് പോയാൽ മതി. അവളോടെല്ലാം ഓടി നടക്കുക. അവൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്ന ശീലമല്ലല്ലോ, അതിനുള്ള പ്രായമായില്ലല്ലോ. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് തൃക്കരട്ടി മഹാദേവ ക്ഷേത്രം. അവിടെ ഇപ്പോൾ ഉത്സവമൊക്കെ തുടങ്ങിയേക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഇപ്പം തരംഗമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെയൊക്കെ പരിപാടികളുണ്ടെന്ന് അറിഞ്ഞത്. പക്ഷേ അതിനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ പണിമുടക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര റഷൊക്കെയാണ്. അപ്പം കുഞ്ഞുമായിട്ടൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുകൊണ്ട് അത് പോയില്ല. നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് പണിമുടക്ക് തുടങ്ങുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അന്ന് പക്ഷേ പ്രോഗ്രാം വെച്ചിരുന്നത് വൈകിട്ട് 6 മണിയോടുകൂടിയാണെങ്കിലും ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ റോഡെല്ലാം ബ്ലോക്ക് ആക്കുകയൊക്കെ ചെയ്ത്. പിന്നെ എന്തോ നമുക്ക് പോകാൻ പറ്റില്ലേ, കുഞ്ഞിൻ്റെ കാര്യം വെച്ചിട്ട് അതൊരു റീസൺ ആയിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അത് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ ഭഗവാനെ എല്ലാം കയറി തൊഴുതു. പിന്നെ ചുറ്റും എല്ലാം ഒന്ന് അമ്പലനടലെല്ലാം നടന്നു. പിന്നെ ഇപ്പം നാട്ടിൽ നല്ല ചൂട് തുടങ്ങിയപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണാൻ പറ്റും. ആകെ നല്ല വെയിലായിട്ടിരിക്കുകയാണ്, നല്ല ചൂടുണ്ടായിരുന്നു. അവിടെ ഒരു മാവ് നിൽപ്പുണ്ടായിരുന്നേ. അവിടെ ഇവിടെയായിട്ട് പൂക്കയും പിന്നെ കുഞ്ഞ് കണ്ണിമാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു മാങ്ങയൊക്കെ ഞങ്ങളും പറിച്ച്. പിന്നെ വെയിൽ കൊണ്ടതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ ചെറിയൊരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ച് കൊള്ളായിരുന്നു. എന്താണെന്നറിയത്തില്ല, എനിക്ക് പണ്ട് മുതൽ, അതായത് കുഞ്ഞുനാൾ മുതൽ ഈ കരിമ്പിൻ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ മധുരം ഉള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ അതിനകത്ത് ഈ ഇഞ്ചി ഇടുന്നത് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അത് ചിലപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവരിടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ അത്? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.